ബി.ജെ.പിയെ പൂർണ്ണമായി കൈപ്പിടിയിലൊതുക്കാനുള്ള നരേന്ദ്രമോദിയുടെ നടപടികളുടെ തുടർച്ചയായി എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒഴിവാക്കി ബി.ജെ.പി പാർലമെന്ററി ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ദേശീയ അധ്യക്ഷന്റെ അധികാരം ഉപയോഗിച്ച് അമിത്ഷായാണ് പുതിയ സമിതിക്ക് രൂപം നൽകിയത്. അമിത്ഷായ്ക്ക് പുറമെ മോദി, രാജ്നാഥ് സിംഗ്, അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, വെങ്കയ്യ നായിഡു, നിതിൻ ഗഡ്കരി, അനന്ത്കുമാർ, ധാവർചന്ദ് ഗെഹ്ലോട്ട്, ശിവരാജ് സിംഗ് ചൗഹാൻ, ജെ.പി. നദ്ദ, രാംലാൽ എന്നിവരാണ് പുതിയ പാർലമെന്ററി ബോർഡിലെ അംഗങ്ങൾ. എൽ.കെ. അദ്വാനിയെയും അടൽ ബിഹാരി വാജ്പേയിയെയും മുരളി മനോഹർ ജോഷിയെയും ഉൾപ്പെടുത്തുന്നതിനായി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മാർഗനിർദ്ദേശക സമിതി എന്ന ഒരു പുതിയ സമിതിക്ക് കൂടി അമിത്ഷാ രൂപം നൽകിയിട്ടുണ്ട്. നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ് എന്നിവരാണ് മറ്റ് മാർഗനിർദ്ദേശക സമിതി അംഗങ്ങൾ. ये हमारा मार्गदर्शक मंडल है. हमारे अटल जी, अडवाणी जी, जोशी जी और राजनाथ सिंह जी और नरेंद्र मोदी जी इसके सदस्य हैं. तो इस कमेटी का महत्व आप समझ सकते हैं कि सबसे ज्यादा महत्व है इस कमेटी का. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ ബി.ജെ.പിയിൽ അദ്വാനി യുഗം അവസാനിച്ചുവെന്നും മോദി യുഗം ആരംഭിച്ചുവെന്നും വിവിധ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി പദത്തിലെത്തിയ മോദിയുടെ സുപ്രധാന നീക്കമായിരുന്നു തന്റെ വലംകൈയായ അമിത്ഷായെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ പദവിയിൽ എത്തിച്ചത്. ആ നീക്കത്തോടെ തന്നെ സർക്കാരിന് പുറമെ പാർട്ടിയും മോദിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായതായി പൊതുവെ വിലയിരുത്തലുകളുണ്ടായി. അത് ശരിവയ്ക്കുന്ന നടപടിയാണ് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം ഉപയോഗിച്ച് അമിത്ഷാ സ്വീകരിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ എൽ.കെ. അദ്വാനിക്ക് അനുവദിച്ചിരുന്ന പ്രത്യേക മുറി പിൻവലിക്കാൻ തുടക്കത്തിൽ തന്നെ ബി.ജെ.പി നേതൃത്വം നീക്കം നടത്തിയിരുന്നു. ബി.ജെ.പിയുടെ സ്ഥാപക നേതാവായ എൽ.കെ. അദ്വാനി ആദ്യമായാണ് പാർലമെന്ററി ബോർഡിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. ടി.കെ. ഹരീഷ്, മീഡിയ 1, ഡൽഹി.